ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് നഗരത്തിലാണ്. ഹൈദരാബാദ് നഗരത്തിലൂടെ ഇപ്പോൾ ഞാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. അവിടത്തേക്കുള്ള യാത്രയാണിത്. ഹൈദരാബാദ് സിറ്റി ശംഷാദാബാദിൽ നിന്ന് ഞാൻ രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ബസ് മുഖേനയാണ് ഹൈദരാബാദ് എത്തിയത്. ശംഷാദാബാദിലെത്തി അവിടുന്ന് റൂം എടുത്തു. റൂം നമുക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതും റേറ്റ് കമ്മിയായതും മായ റൂമുകൾ നമുക്ക് ശംഷാദാബാദ് അവൈലബിൾ ആണ്. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഊബർ പിടിച്ച് ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രയാണിത്. കാണുന്നില്ലേ, ഇതാണ് ഹൈദരാബാദ് റോഡ്. നല്ല കിടിലൻ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ നിങ്ങൾ ദൂരെ കാണുന്നുണ്ടാവും ഒരു ആകാശത്തൊട്ടിൽ. അത് വേറെ ഒന്നല്ല, ഹൈദരാബാദ് വണ്ടർലേ ആണ് കേട്ടോ. വലിയ ബിഗ്ഗസ്റ്റ് വണ്ടർലേ ആണ്. അപ്പോൾ ഈ ഒരു അതിന്റെ തൊട്ടടുത്തുകൂടിയുള്ള റോഡിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. നമ്മുടെ എയിം രാമോജി ഫിലിം സിറ്റിയാണ്. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ബാഹുബലി ഷൂട്ട് ചെയ്ത സൈറ്റും പിന്നെ ഒരുപാട് മലയാള സിനിമകളും ഇന്ത്യൻ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ ആഗ്രഹിച്ച രാമോജി ഫിലിം സിറ്റി. ദൂരെ നമുക്ക് കാണുന്നുണ്ടോ, കണ്ടില്ലേ, രാമോജി ഫിലിം സിറ്റി. വാ, അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുക്കേണ്ടത്. പ്രീമിയവും പിന്നെ നോർമൽ ടിക്കറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 1920 രൂപയുടെ ടിക്കറ്റാണ്. ഇൻക്ലൂഡ് GST കൂടിയിട്ടുള്ള ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് നമ്മുടെ എൻട്രി. ഇതിലൂടെയാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ഫിലിം സിറ്റിയിലേക്ക്. ഇവിടെ കാണുന്നുണ്ടോ ഫുള്ള് ഫിലിംസിൻ്റെ ഫോട്ടോസ്. ഒരുപാട് ഫിലിംസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ഹൈലൈറ്റ് ബാഹുബലി തന്നെയാണ്. കാരണം മോർ ദാൻ 500+ ഡേയ്സ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാഹുബലി ഇവിടെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അതാണ് കാണേണ്ടത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഉള്ളിൽ ചെക്കിങ്ങും സ്കാനിങ് ചെക്കിങ് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഒരു ബസ്സിലേക്കാണ്. ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഓരോ സ്പോട്ടിലേക്ക് പോകാൻ. ഇതിനുള്ളിൽ നടന്നെത്തില്ല. കാരണം 2000 ഏക്കറോളം വരും മൊത്തത്തിൽ ഈ ഒരു രാമോജി ഫിലിം സിറ്റി. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കയറണമെങ്കിൽ അതിൽ നിന്ന് ബസ് ടൂറാണ്. ഓരോ ഏരിയയിലേക്കും ബസ്സിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 ഏക്കറാണ് കേട്ടോ ഇതിൻ്റെ. 2000 ഏക്കറോളം വരുന്നുണ്ട് മൊത്തത്തിൽ ഈ ഫിലിം സിറ്റി. ഇപ്പോൾ മിനിമം ഒരു ദിവസം എങ്ങനെ വേണം നമുക്ക്. കയറിക്കഴിഞ്ഞാൽ ഫുൾ ഡേ ഇതിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ ഒരു പടമുണ്ട്, മസിലെല്ലാം വിരിപ്പിച്ചൊരു പടമില്ലേ, ഹിന്ദി പടം. ഒരു ഫേമസ് ഗാനം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മലയാളം മൂവി അമർ അക്ബർ അന്തോണി ഇവിടെയാണ് പാട്ട് സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഞാൻ അതാ ആലോചിച്ച് നോക്കിയത്, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? എത്ര ഏരിയ ആണ്, എത്ര പണിക്കാർ വേണ്ടി വരും. അത് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ? ഒരു രക്ഷയില്ല. അങ്ങനെ തന്നെ ആവും. കാരണം പല പടങ്ങളും വലിയ വലിയ പടങ്ങളും ഷൂട്ട് ചെയ്ത ഒരു ബ്രഹ്മാണ്ഡ ലൊക്കേഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കണ്ടോ അവിടെ രാമോജി ഫിലിം സിറ്റി. ഓക്കെ, അവിടെ ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം ലോങ് വണ്ടി പോകാനുണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകളാണ്. കാരണം ഫ്ലവർ, പലതരം കെട്ടിടങ്ങൾ, ഇതൊക്കെ ഫിലിം സിറ്റിക്ക് വേണ്ടിയിട്ട് അല്ല ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു കൊട്ടാരം. ഇവിടെയൊക്കെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പൃഥ്വിരാജിന്റെ പടം ഇവിടെയും സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഹിന്ദി മൂവി. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബസ് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് വേറെ ബസ്സിൽ നമ്മൾ കയറി പോകണം. ഇവിടെ കണ്ടോ വലിയൊരു പ്രതിമയല്ലോ, കണ്ടോ? ഇത് ചുവന്ന പ്രത്യേക ഡിസൈനുള്ള ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ബസ്സാണ് വരുന്നത്. ഇത് ഒന്നല്ല, കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും കേട്ടോ ബസ്. അപ്പോൾ ആ ബസ്സിലാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള യാത്ര. അങ്ങനെ നമ്മൾ ബസ് കയറിയിരിക്കുകയാണ്. ബസ് എടുത്തു, നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നമുക്ക് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഏരിയ നമുക്ക് പറഞ്ഞു തരും.
ഇന്ന സ്ഥലങ്ങൾ ഇന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന പടങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരും. ഉല്ലല്ല ഉല്ലല്ല മൂവി സോങ് അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് കരിഷ്മ ഗാർഡൻ. ഇവിടെ ഒരുപാട് പടത്തിന്റെ മൂവി ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്, സോങ് ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ പടത്തിലെ ഹിന്ദി മൂവി സോങ് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ നടന്നത്. ഈ കാണുന്ന റോഡിലെ ഈ റോഡിൽ വെച്ചാണ് RR മൂവിയുടെ രാംചരനും NTR ഉള്ള പല റോഡ് സീനും ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. പിന്നെ ആ കാണുന്ന ബിൽഡിങ് ഈ ബംഗ്ലാവ് 2 ഹിറ്റ് മൂവിയുടെ ഭാഗമായ ഒരു ബംഗ്ലാവാണ്. ഒന്ന് നമ്മുടെ ചന്ദ്രമുഖി, നമ്മുടെ മണിച്ചിത്രത്താഴ് മലയാള സിനിമയുടെ റീമേക്കായ ചന്ദ്രമുഖി. രണ്ടാമത് നമ്മുടെ KGF 2 മെഹബൂബ. ആ സോങ് ഈ ബംഗ്ലാവിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ചന്ദ്രമുഖിയും KGF-ഉം. ഇതൊക്കെ ഓരോ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് ഇട്ടിരിക്കുകയാണ്, ഇതൊന്നും ഒറിജിനൽ അല്ല. ഇവിടെയുള്ള 70% ബിൽഡിങ്ങും സെറ്റ് ഇട്ടതാണ്, ഒറിജിനൽ അല്ല. ഒക്കെ അത്രയും മനോഹരമായിട്ടാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളും. ഇതിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാം. താജ്മഹൽ കറക്റ്റ് കാണുന്നില്ല, താജ്മഹലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താജ്മഹൽ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ വേറെ കെട്ടിടമുണ്ട്. ഇതൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ അങ്ങാടികൾ, അങ്ങനെ മാർക്കറ്റുകൾ, അങ്ങനെ പല സിനിമയിലേക്ക് ആവശ്യമായ എല്ലാ തരം സെറ്റപ്പുകളും ഇവിടെയുണ്ട്. ഈ കാണുന്നത് ലേഡീസ് സെൻട്രൽ ജയിലാണ്. പല സിനിമകൾക്ക് ആവശ്യമായിട്ട് ചിത്രീകരണത്തിന് ആവശ്യമായിട്ടുള്ള കെട്ടിടമാണ് ലേഡീസ് സെൻട്രൽ ജയിൽ. കണ്ടില്ലേ, അതാണ് ലേഡീസ് സെൻട്രൽ ജയിൽ കേസ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഒരു സിനിമ മുഴുവൻ ചിത്രീകരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഈ രാമോജി ഫിലിം സിറ്റിയിലുണ്ട്. കണ്ടില്ലേ, ഇതാണ് ചോർ ബസാർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പല ഹിന്ദി പടങ്ങളും പിന്നെ തെലുങ്ക്, അങ്ങനെ നമ്മളെ ഫേമസ് പുഷ്പ വരെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്നാണ് പുഷ്പ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റോ സെക്കൻഡോ അറിയില്ല, ഫസ്റ്റിലാന്ന് തോന്നുന്നു, സെക്കൻഡിലും ഉണ്ട്. പിന്നെ പവൻ കല്യാണിന്റെ ഒരു തെലുങ്ക് പടമുണ്ട്, അതൊക്കെ ഇവിടെ തന്നെയാണ് 90% ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സിംഗം ജയിലാണ്. എന്നാൽ സിംഗം സിനിമയിൽ 1, 2, 3 സിനിമയിലെ ജയിലായിട്ട് ചിത്രീകരിച്ചത് അവിടെയാണ്. ഇതൊക്കെ ഓരോ മൂവിയുടെ ലൊക്കേഷനുകളാണ് കേട്ടോ. പല മൂവികളായിട്ട് വന്നിട്ടുണ്ടാകും. കൂടുതൽ തെലുങ്ക്, ഹിന്ദിയിലേക്കും വന്നിട്ടുണ്ടാവുക. മലയാളത്തിലും ഉണ്ട്, പക്ഷെങ്കിൽ കുറവായിരിക്കും. കൂടുതലായിട്ടും ഹിന്ദി, തെലുങ്ക്, കന്നഡ പടങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ചന്ദ്രമുഖി സിനിമയിലെ രാമനാഥൻ, അവരെ തമിഴ് സിനിമയിലെ രാമനാഥന്റെ വീടാണ് കേട്ടോ ഇത്. ചന്ദ്രമുഖി സിനിമയുടെ ബംഗ്ലാവ് നമ്മൾ അവിടെയാണ് കണ്ടത്, പക്ഷെങ്കിൽ അവിടെ എത്ര ലോങ്ങിലാണ് രാമനാഥന്റെ വീട് കാണുന്നത്. അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതായിരിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ സിനിമ. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിശ്വസിക്കാൻ പറ്റില്ല, കണ്ണുനമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്തോളം ക്രിയേറ്റിവിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കില്ല, ഓൺലി ഫ്രണ്ട്. അതാണ് പറഞ്ഞത്, 70% ബിൽഡിങ്ങുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. പിന്നെ ഈ കാണുന്ന പുഴയുണ്ടല്ലോ, പുഴയും മറ്റേ ആ പാറമടയൊക്കെ, ഇത് ദൃശ്യം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദൃശ്യം സിനിമയിൽ കാറ് ഹൈഡ് ചെയ്യുന്ന, കാറ് കൊണ്ടുപോയി തള്ളുന്നില്ലേ, അത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റി. ഇവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സിനിമയൊക്കെ ഉണ്ടാവുന്നത്. എല്ലാ സെറ്റപ്പും നമുക്കിവിടെ രാമോജി ഫിലിം സിറ്റിയിൽ വന്നാൽ കാണാൻ പറ്റും ഫ്രണ്ട്സ്. ഇവിടെ വെച്ചാണ് ഫ്രണ്ട്സ് പുഷ്പ സിനിമയിലെ ചെക്ക് പോസ്റ്റ് സീനുകൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കയറി പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ് കേട്ടോ. ഇതാണ് സെറ്റ് ഇട്ട സെൻട്രൽ ജയിൽ. ഇവിടെ നിന്നൊക്കെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് സെൻട്രൽ ജയിലിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. തന്നെ മൊത്തം സെറ്റാണ് കേസ്. അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നല്ലേ. പല മൂവിയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിലെ കോലാഹലങ്ങളും വെടിവെപ്പെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പുരാണ സീരിയലും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സൈറ്റിലാണ്, സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന സൈറ്റിലാണ്. ഇതുണ്ട്, രാവണന്റെ
തല വെച്ചിട്ട് 10 വരെയുള്ള രാവണൻ, അതിന്റെ സെന്ററിൽ വേറെ ഒരു ഫോഴ്സ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ 2 വടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ, സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. അപ്പൊ ഇതിലെയാണ് ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ കുറെ പ്രതിമകളും പിന്നെ പുരാണ രാജാക്കന്മാരുടെ പ്രതിമകളൊക്കെ കാണുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ കാഴ്ച. ഇത് നമ്മുടെ ശ്രീരാമന്റെ പ്രതിമയും ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ദൈവങ്ങളുടെയും പിന്നെ രാജാക്കന്മാരുടെ ഒക്കെ ഫോട്ടോയാണ് ഫുള്ള്. ഗേസ്, എന്താ കാഴ്ച, അടിപൊളി. ഇതൊക്കെ സെറ്റാണ് ഗേസ്. ഇതൊക്കെ പുരാണ സീരിയലുകളും സിനിമകളും ഒക്കെ ചിത്രീകരിക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സീരിയലുകളും സിനിമകളൊക്കെ. അതിന്റെ സെറ്റാണിത്. എന്താണല്ലേ ഭംഗി, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവര് അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു രാജകൊട്ടാരം പോലെ. ഇത്രയും മനോഹരമാണ് കേട്ടോ സെറ്റ്. കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കണം. കണ്ടില്ലേ, അതിന്റെ മുകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒക്കെ സെറ്റാണ്. മുകളിലൊക്കെ കാലിയാണ്, അതൊക്കെ സെറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ ഈ ചെയ്തിരിക്കുന്ന ലൈറ്റിങ്, ഓരോ തൂണിന്റെയും ഡിസൈനുകള്, അതൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സെറ്റാണ്. എത്ര പേര് ഇതിലൊക്കെ പണിയെടുത്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ കാണുന്ന പല സീരിയലുകളും സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നേരിൽ കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം കേട്ടോ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അവിടെ നമ്മൾ നേരെ പോയത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കണ്ടില്ല ഗേസ്, ഇതൊക്കെ സെറ്റാണ് കേട്ടോ. ഇതൊന്നും ഒറിജിനൽ അല്ല. കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പടങ്ങൾ ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. ചെന്നൈ എക്സ്പ്രസ്, വെട്ടം, അതേപോലെ ഒരുപാട് ട്രെയിൻ സീനുകൾ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ചെന്നൈ എക്സ്പ്രസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ട്രെയിനിലേക്ക് ഓടി വരുന്ന സീനൊക്കെ. ബാക്കിയെല്ലാം VFX ആണ്. പക്ഷെങ്കിൽ അതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചാണ് കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഈ സെറ്റ് ഇട്ടിട്ടിരിക്കുന്നത്. ഇത് ട്രെയിനിനകത്തൊരു കുഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ ഗൈസ്, ഇത് കണ്ടോ? എങ്ങനെയാണോ ട്രെയിനിൻ്റെ അകത്തെ സീറ്റുകള്, അത് അതേപോലെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ഭംഗിയായിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ട്രെയിൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ സിനിമയിൽ കാണുമ്പോൾ നമുക്കിത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പോലും അറിയാൻ പറ്റില്ല. അതിന്റെ കണക്റ്റിംഗ് സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. പക്ഷെ ഇതിന്റെ കോമഡി എന്ന് വെച്ചാൽ റബ്ബർ ടയറാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റാണല്ലോ. പക്ഷെ ഇതൊന്നും നമുക്ക് ഓരോ പടത്തിൽ കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അത്രയും VFXും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഏതല്ല ചിത്രീകരിക്കുക. ഒരുപാട് പടങ്ങൾക്ക് വേദിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പോയി ഡാൻസ് കളിക്കാം. സൂപ്പർ. ഹൈദരാബാദ് ഡക്കാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഉൾവശമാണ് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ടാവില്ലേ, അതാണിത്. അത് അതേപോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കണ്ടില്ലേ, ടിക്കറ്റ് കൗണ്ടർ 5, 3, 4 എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഓരോ സമയം, ട്രെയിനിന്റെ സമയമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ അതാണിത്. ഇത് കുറച്ച് ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതായിരിക്കും. ഇത് ഓരോ പടത്തിനും വേണ്ടിയിട്ടും ഇതിന്റെ ഞാൻ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ആ ബസ്സിൽ പോകുന്നത് ബാഹുബലി സൈറ്റിലേക്കാണ്. ബാഹുബലി സൈറ്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഏരിയ. അതൊന്ന് പോയി കാണാം ഗേസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അങ്ങനെ ഗേസ്, നമ്മൾ ബാഹുബലി സൈറ്റിൽ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാഹുബലി ലൊക്കേഷൻ. ഈ ഗേറ്റിനപ്പുറത്ത് ബാഹുബലിയുടെ ഒരു ലോകം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഈ കാണുന്നത് മഹിഷ്മതി സാമ്രാജ്യം, അതിന്റെ ചെറിയൊരു മോഡലാണ്. അത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ബ്രഹ്മാണ്ഡ പടം ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാഹുബലി സൈറ്റ് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് ബാഹുബലിയുടെ ഗേറ്റ്. ബ്രഹ്മാണ്ഡ ഗേറ്റ് ആണ്. എത്ര ഹൈറ്റ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ബാഹുബലി ഒരു എഫക്റ്റ് ആണ്. ഫുള്ള് സോങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. മുന്നിൽ തന്നെ 2 ആനകളെ കാണാൻ പറ്റും. കണ്ടില്ലേ, പടുകൂറ്റം ആനേന്റെ വലിയൊരു രൂപം. അവിടെ നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. കണ്ട, നേരെ ഓപ്പോസിറ്റ് സൈഡും അതേ മോഡലില് ഒരു ആനയെ നമുക്ക് കാണാൻ പറ്റും. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ ബാഹുബലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഹുബലി
ശിവലിംഗം ചുവന്നു പോകുന്നത്. പിന്നെ നമ്മുടെ പൽവാൽ ദേവൻ. ഇതാണ് കേസ് നമ്മുടെ പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ടം 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 അടിച്ചു പൊട്ടിക്കുന്ന ഈ വലിയ ഡ്രം. അപ്പോൾ ഇതാണ് ബാഹുബലിയുടെ ഒരു ഫസ്റ്റ് വ്യൂ ഏരിയ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലാം, കാഴ്ചകളൊക്കെ കാണാം. ഇതാ ഇവിടെ നമ്മുടെ ബാഹുബലിയിൽ ഉപയോഗിച്ച അമ്പില്ലേ, നമ്മുടെ പ്രഭാസും അനുഷ്കയും, ബാഹുബലിയൻ ദേവസേന അതിനെ കൊണ്ട് കളിക്കുന്നുണ്ട് പിള്ളേർ. ഇത് കേസ് നമ്മുടെ ബാഹുബലിയെ നമ്മൾ നോക്കുന്നില്ലേ വില്ലന്മാർ, ഇതിന്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോഴാണ് ബാഹുബലി തലയും പിടിച്ച് വരുന്നത് കാണുന്ന ഈ ഒരു ദൂരദർശിനി കണ്ടില്ലേ, അതിന്റെ സെറ്റപ്പ്. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെറിയ എന്താ കാർബോർഡ് തെർമോക്കോളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് ആ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ബാഹുബലി നടന്നു വരുന്ന ആ ഒരു സീനില്ലേ, ആ സംഭവമാണ് കേട്ടോ അത്. ഇത് നമ്മുടെ ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. നമുക്ക് വലിയ ഉണ്ട ഇങ്ങനെ തെറിച്ചു പോകുന്നില്ലേ, അതിനുപയോഗിച്ച ഈ ഒരു എന്താ പറയാ ടൂൾ, യുദ്ധത്തിന്റെ ഒരു സംഭവം കണ്ടില്ലേ, ഇതാണത്. ഇത് മരം കൊണ്ടും പിന്നെ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് മരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. ഇവിടെയുണ്ട് ഈ ഒരു വലിയ ചണ്ട ഡും 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 അടിക്കുന്നില്ലേ ബാഹുബലി വരുമ്പോ, ഇതാണ്. ഇത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ആ പടത്തിൽ കാണാൻ പറ്റും. പൽവാൽ ദേവൻ കിരീടദാനം ചെയ്യുന്ന സമയത്ത്, കിരീടം വെക്കാൻ സമയത്ത് ഈ ഒരു സംഭവമില്ലേ, അതിന്റെ ചുറ്റിലും കാണുന്ന ഈ കുതിരയും പിന്നെ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് കേസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ കുതിരയുടെ ഓരോ ഷേപ്പും അത്രയും പെർഫെക്റ്റ് ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സംഭവം തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു സിനിമ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബ്ലോക്ക് ബസ്റ്റർ മൂവി ബാഹുബലി 1 and 2. ഇതാണ് കേസ് നമ്മുടെ പൽവാൽ ദേവന് കിരീടം നൽകുന്ന ആ ഒരു സിംഹാസനം, ഈ ഒരു ഏരിയ ആണ് കേട്ടോ അത്. ബാഹുബലി മൂവി കാണാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ. ഇതാണ് പൽവാൽ ദേവന്റെ വണ്ടി, ഈ പമ്പരം പോലെ കറങ്ങി പോകുന്ന അതാണ് കേട്ടോ ഇത്. അതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഭയങ്കര സംഭവം കേട്ടോ. എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. കുട്ടികളൊക്കെ പോസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ആണ് കേട്ടോ. പങ്ക കണ്ടോ, 3 പങ്ക ഉണ്ടായിരുന്നതിന് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ സിംഹത്തിന്റെ തലയൊക്കെ എന്താലേ ഡിസൈൻ. കയറി പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാണാം നിങ്ങൾക്ക്. അതിന്റെ വീലാണ്, അതെങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്ന ചലിക്കുന്നത് നമുക്ക് കാണാം. ഇത് കേസ് വണ്ടിയാണ് കേസ്. ഇത് ബുള്ളറ്റ് ആണ്. ഏത് ബുള്ളറ്റ്? എൻഫീൽഡ്. എന്തായാലും സെറ്റപ്പ്. അതൊക്കെ പ്രത്യേക സ്റ്റിയറിംഗ് ഒക്കെ ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം പൊളി കണ്ടില്ലേ. അതാണ് പൽവാൽ ദേവന്റെ വാഹനം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും ബാഹുബലി 2-ല്. പ്രഭാസിന്റെ എൻട്രിയില് പ്രഭാസ് വലിച്ചുകൊണ്ടുവന്ന രഥമാണ് ഈ കാണുന്നത് കണ്ടില്ലേ, അത്രയും ഹൈറ്റില്. എന്താ വലിപ്പം. അതിന്റെ ടയറൊക്കെ കണ്ടില്ലേ, എത്രയും വലിപ്പത്തിലാണ് കേട്ടോ. നമ്മളെക്കാട്ട് ഹൈറ്റ് ഉണ്ട് ടയറിന്. എന്ത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തത്. അടിച്ചു നോക്കുമ്പോ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഉള്ളു പൊള്ളു പോലെ ഉണ്ട്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് ഫുള്ള് മരവും കാര്യങ്ങളും, ഫുള്ള് കൊത്തുപണിയൊക്കെയാണ് കണ്ടില്ലേ. പ്രഭാസ് വലിച്ചു കൊണ്ടുവരുന്ന ഈ രഥമാണ് കേസ് ഇത്. അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ മരവും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കേസ് ഇതാണ് നമ്മുടെ ബാഹുബലി. യാരിവൻ ഗല്ലെന്തൊക്കെ പോയിടുമോ. അത് ശിവലിംഗമാണ്, തൂക്കിപ്പോകുന്ന ശിവലിംഗമാണ് കേസ് ഇത്. ഈ ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡപടത്തിന്റെ ലൊക്കേഷനിൽ. ഇതാണ് കേസ് നമ്മുടെ പൽവാൽ ദേവന്റെ തലയും കാലും. അത് രണ്ടായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ആ പടത്തിൽ തന്നെ തെറിച്ചു പോകുന്നില്ലേ, തല തെറിച്ചു പോകുന്നില്ലേ, അത് അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഹൈറ്റിലാണ്. എത്ര ഹൈറ്റിലാണെന്ന് അറിയുമോ? ഒരു 10 ആൾ ഹൈറ്റിലാണ് ഇതൊക്കെ ഉള്ളത്. ഇത്രയും വലിയ പ്രതിമയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ അമ്പില്ലേ, നമ്മളെ എന്താ പറയാ 100 അമ്പ് ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ഈ ഒരു സീനില്ലേ യുദ്ധത്തില്, ആ സംഭവം അതാണ് കേസ്. ഇത് കണ്ട, അവിടുന്ന് പരിചയം ഉപയോഗിച്ചിട്ട് കുറെ ഫോസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഫോസിങ്. ഇതൊക്കെ മരങ്ങൾ എന്തൊക്കെയോ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ടക് ടക് അടിക്കുന്നുണ്ട്. എന്തൊക്കെ മരവും അതൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. കണ്ടില്ലേ, അതിൽ നിന്നാണ് അമ്പുകൾ പറന്നത്. ഇതൊക്കെ ചിത്രീകരിച്ചത് ഏത് ലെവലിലാണല്ലേ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ദേവസേനയെ തുരങ്കലിലാക്കിയ ഒരു സ്ഥലം കണ്ടില്ലേ, ഭൂമിക്കടിയിൽ. അവിടെ ആൾക്കാർ ഫോഴ്സൊക്കെ ചെയ്യും, ചങ്ങലൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. അടിപൊളി. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ബാഹുബലി 1 and 2 ചിത്രീകരിച്ച ലൊക്കേഷന്റെ ഫുൾ വ്യൂ. എന്താലേ ബ്രഹ്മാണ്ഡ പടം ബാഹുബലി. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അഭിമാനവുമാണ്.
ഇതാണ് അവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും, നല്ല ദം ബിരിയാണി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് എക്സ്ട്രാ ആണ്, പേയ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യണം, ടിക്കറ്റ് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു ബാഹുലി സെറ്റിൽ കണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളാണ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, രാമോജി ഫിലിം സിറ്റിയിലെ അത്ഭുത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ വണക്കം.